മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് ഇടയ്ക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഓഫായി പോകുന്ന കംപ്ലൈൻറ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇന്നലെയൊക്കെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് കാണുന്നുണ്ടായി. ചട്ടടിക്ക് വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യണം ആ കംപ്ലൈൻറ്റ് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത്. അതായത് ഞാൻ അതിൻ്റെ ലക്ഷണം എന്ന് പറയാം. നമ്മൾ വണ്ടി താക്കോൽ ഓണാക്കി ഇങ്ങനെ താക്കോൽ ഓണാക്കിയിട്ട് ഹോണോ ഇൻഡിക്കേറ്ററൊക്കെ അടിച്ചാലും വർക്കാവില്ല. അതാണ് ശരിക്കും അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് കിട്ടിയത്. ഇനി സെയിം കംപ്ലൈൻറ്റ് തന്നെയാണോ നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന കംപ്ലൈൻറ്റ് എന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയണം. കാരണം എന്ന് വെച്ചാൽ ഓട്ടത്തിലായാലും ഇടയ്ക്ക് വണ്ടി ഓഫായി പോയി നമ്മൾ ഈ താക്കോലുമ്പോൾ പതുക്കെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ അത് ഓക്കെ ആവും. താക്കോൽ ഓൺ ചെയ്തിട്ട് ഹോൺ ഇൻഡിക്കേറ്റർ അടിക്കുന്നില്ല എന്നിട്ട് ഈ താക്കോൽ പതുക്കെ ഒന്ന് അനക്കി കഴിഞ്ഞാൽ അത് ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടിയത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കംപ്ലൈൻറ്റിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇഗ്നീഷ്യസ് സ്വിച്ചാണ്. സ്വിച്ച് അസംബ്ലി മാറ്റിയാലാണ് ഈ കാണിക്കുന്ന കംപ്ലൈൻറ്റ് മാറുള്ളൂ. നിലവിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്ന കംപ്ലൈൻറ്റ് ഇതിൻ്റെയാണ്. ആ കംപ്ലൈൻറ്റ് മാറണമെന്നുണ്ടെങ്കിൽ ഇഗ്നീഷ്യസ് സ്വിച്ച് മാറ്റി ക്ലിയർ ചെയ്താലാണ് അത് റെഡി ആവുള്ളൂ കേട്ടോ. ഏകദേശം നമുക്ക് വരുന്ന ചിലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഗ്നീഷ്യസ് സ്വിച്ച് അസംബ്ലിയുടെ വരുന്ന 678 രൂപ വരും. പ്ലസ് നമുക്ക് അതിൻ്റെ ലേബർ ചാർജും വരും കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അത് തന്നെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കംപ്ലൈൻറ്റ് എന്നുള്ളത് വെച്ച് നോക്കിയിട്ടൊന്ന് പറയണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് വരുന്ന ഏകദേശം എത്ര ചിലവാണെന്നുള്ള ദിവസം അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഇതൊന്ന്